മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്കത് കാണുമ്പോൾ എന്തോ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ സാർ അത് ഏറ്റവും ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് മെത്തേഡാണ് സാർ പറഞ്ഞു തരാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയോ. 81/16 ദ ഹോൾ റേസ് ടു -3/4. അതുപോലെ ഓരോന്നിൻ്റെയും പവർ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഷോർട്ടാക്കി എടുക്കുന്നത്? ആദ്യം ഈ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ നമ്മൾ നോക്കുക. അതിൽ ഓരോന്നിനെയും നമുക്ക് ചെറുതാക്കി എടുക്കാം, പെട്ടെന്ന് ചെറുതാക്കാം. 81/16 ദ ഹോൾ റേസ് ടു -3/4. ഇങ്ങോട്ട് നോക്കിയേ. 81/16 നമുക്ക് 3/2 ദ ഹോൾ റേസ് ടു 4 എന്ന് ആക്കാം. കാരണം 81 3/4 ആണ്, 16 2/4 ആണ്. ഇനി ചെയ്യേണ്ട ഏതാന്ന് വെച്ചാൽ 81/16 ദ ഹോൾ റേസ് ടു -3/4. ഇവിടെ ഒരു 4 ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഹോൾ റേസ് ടു -3/4 വരുമ്പോൾ സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ 4ഉം കട്ടായി പോകും. എന്തുകൊണ്ടാണ്? നമ്മളിവിടെ 4 × -3/4 എന്ന് പറയുമ്പം 4ഉം കട്ടാണ്. പിന്നെ വരുന്നത് 3/2 ദ ഹോൾ റേസ് ടു -3 എന്നാണ് വരുന്നത്. അപ്പം നമ്മളതിനെ 3/2 ദ ഹോൾ റേസ് ടു -3 ഇത്ര എഴുതിയാൽ മതി. ഇതുപോലെ ഓരോന്നിൻ്റെയും നോക്കിയേ. 25/9 ദ ഹോൾ റേസ് ടു -3/2 നോക്കിയേ. 25 എന്ന് പറയുന്നത് 5/3 ആണ്. അപ്പോൾ 5/3യുടെ സ്ക്വയറും ഈ 2ഉം കട്ടായി പോകും. 5/3 സ്ക്വയർ ഇൻറ്റു ദ ഹോൾ റേസ് ടു -3/2. അപ്പം നമുക്ക് 5/3യുടെ സ്ക്വയറും ഈ ഹോൾ റേസ് ടു -3/2ഉം കട്ടാവുമ്പോൾ ഇതും കട്ടാവുമ്പോൾ 5/3 റേസ് ടു -3 അത് ചുരുങ്ങി. അപ്പം നമുക്ക് 5/3 റേസ് ടു -3 എന്ന് വരും. 5/3 റേസ് ടു -3. ഇവിടെ നമുക്ക് 5/3 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് 5/3 റേസ് ടു -3 എന്ന് വന്നു. ഇനി വീണ്ടും ഇവിടെ നമുക്ക് 2/5 അല്ല, ഇത് 3/5 ആണ്. 3/5 ദ ഹോൾ റേസ് ടു -3 എന്ന് ഇവിടെ അതങ്ങനെ തന്നെ എഴുതണം. 3/5 ദ ഹോൾ റേസ് ടു -3. വീണ്ടും ഇവിടെ 125 ദ ഹോൾ റേസ് ടു 2/3. 125നെ 5³ എന്ന് പറയുമ്പോൾ ഈ 3യും ഈ 3യും കട്ടായി കഴിയുമ്പോൾ 5² കിട്ടും, 25 കിട്ടും. അത്രയും ചെറുതായി. അപ്പം നമുക്ക് താഴെ 5² എഴുതി. 8 എന്ന് പറയുമ്പം 2³ ആണ്. അപ്പം ഈ 3യും കട്ടായി പോയി കഴിഞ്ഞാൽ 2/4 എന്ന് വരും. അപ്പം നമുക്ക് ഇവിടെ 2/4 എഴുതി. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 5/3 റേസ് ടു -3യും 3/5 റേസ് ടു -3യും 1 ആണ്. അതെന്തുകൊണ്ടാണ്? നമുക്ക് a/b റേസ് ടു -3 b/a റേസ് ടു -3 ഇത് 1 ആയിരിക്കും. ഇതിൻ്റെ റെസിപ്രോക്കലാണ് ഈ കാണുന്നത്. അതിൻ്റെ റീസൺ എന്താ? നമ്മൾ ഇതിനെ പോസിറ്റീവ് ആക്കാമെങ്കിൽ നമുക്കിതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ a/b റേസ് ടു 3 എന്ന് പറയാം. b/a റേസ് ടു -3 എന്ന് പറഞ്ഞാൽ a/b റേസ് ടു 3 ആണ്. ഇതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ പവർ നേരെ ഓപ്പോസിറ്റ് സൈൻ ആവും. അപ്പം ഇവിടെ a/b റേസ് ടു -3യും b/a റേസ് ടു -3യും നമ്മൾ ഇതിനെ തിരിച്ചിടുമ്പം ഇത് a/b റേസ് ടു 3 ആണ്. അപ്പം a/b റേസ് ടു -3യും a/b റേസ് ടു 3യും കൂടി വരുമ്പം a/b റേസ് ടു -3 + 3 a/b റേസ് ടു 0 1. അപ്പം അതുകൊണ്ട് ഇവിടെ 5/3 റേസ് ടു -3യും 3/5 റേസ് ടു -3യും ഇതിൻ്റെ റെസിപ്രോക്കലാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഇത് 1 ആവും. പിന്നെ മിച്ചം എന്തോരം ഉണ്ട്? 3/2 റേസ് ടു -3 മാത്രമേ ഉള്ളൂ. ഇതിനെ നമുക്ക് തിരിച്ചിടാമെങ്കിൽ 2/3 റേസ് ടു 3 എന്ന് വരും.
2/3 താഴെ 5² 2/4 അതുപോലെ എഴുതുക. ഇനി നമുക്കറിയാം ഇതിനെ 2/3 ഇങ്ങനെ എഴുതാം. ഇതിനെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഇൻറ്റു 1/5² 2/4 ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 2³ 2/4 കട്ടാവുമ്പം ഇവിടെ 2 മാത്രമേ വരുള്ളൂ. 2³ 2/4 കട്ടായി. ഇപ്പം നമുക്ക് ഇവിടെ ഒരു 3³ ഉണ്ട് 27, ഇവിടെ 5² ഉണ്ട് 25 ഇൻറ്റു 2. 25 ഇൻറ്റു 2 50 വരും. ആ 50യെ നമ്മൾ 27 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1350. പെട്ടെന്ന് അത് തീരെ ചെറുതായിട്ട് മാറും. അപ്പം മക്കൾ ഈ ക്വസ്റ്റ്യൻ ശരിക്കും സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് അതൊക്കെ ഓരോന്നും പ്രാക്ടീസ് ചെയ്യണം. എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? സാർ പറഞ്ഞു തരാം. ഇതുപോലെ വരുന്ന കാര്യങ്ങൾ, ഈ 81/16 3/4 എന്നിട്ട് ആ 4ഉം ഈ 4ഉം കട്ട് ചെയ്തിട്ട് 3/2 -3 അങ്ങനെ ആക്കണം. 25/9 5/3 -3/2. അപ്പോൾ ആ 2ഉം ഈ 25/9 5/3 എന്നിട്ടിട്ട് ഈ 2ഉം ആ സ്ക്വയറും കട്ടായി പോയിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. ഈ രീതിയിൽ മക്കൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ശരിക്കും അത് ഫ്ലോ ആയി കഴിഞ്ഞാൽ സാറിന് കമൻറ്റ് ചെയ്യുക. ഇനി അതല്ല, ഇതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് മക്കൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ സാറിനെ വാട്സപ്പിൽ വിളിക്കുക. സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് 1-to-1 ആയിട്ട് മക്കളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിലേക്കും സാറിനെ ഒന്ന് ഷെയർ ചെയ്യണം.